അറിയാമല്ലോ. അന്നേരം നല്ല എൻ്റെ ഉണ്ടാ ഫോട്ടോ ഇപ്പോഴും ഒരു പാടിലൊന്നും ഇവനിങ്ങനെ കലക്കി തരുന്നുണ്ടായിരുന്നല്ലോ. ബിജുപി എല്ലാവരോടും പറയുമായിരുന്നല്ലോ ഈ വെള്ളം കുടിക്കരുതെന്ന്. അവിടെയുള്ള ആൾക്കാർ തന്നെ എന്നോട് പറഞ്ഞത് ഈ വെള്ളം കുടിക്കല്ലേ, ഇത് വീരയ്ക്കുള്ള വെള്ളമാ പോലും കേട്ടോ. പിള്ളേരോട് വരെ പറയുന്നത്, അവിടെ വരുന്ന പിള്ളേരോട് വരെ ഈ വെള്ളം കുടിക്കല്ലേ ഈ വെള്ളം. അപ്പൊ എന്തോ ഇതിനാരും അങ്ങനെ കലക്കി തരാൻ ഇതൊക്കെ കലക്കി തരാന് ഇതിനാരും അധികാരം കൊടുത്ത് കലക്കി വല്ലതൊക്കെ കലക്കാന് ഏതെങ്കിലും തന്നെ അധികാരം കലക്കി വല്ലതൊക്കെ കലക്കി ആൾക്കാർക്ക് കൊടുക്കാന് എന്തെങ്കിലും. പിന്നല്ലേ സുനിതയൊക്കെ എല്ലാവരും പറയുന്നത്, സുനിത എന്ന് പറയുന്നവരും എല്ലാവരും പ്രസേനൻ എന്തുവാ സുനിതയൊക്കെ അന്നേരം നമ്മുടെ ഇനി പോരാൻ നേരത്ത് ഒന്നിങ്ങനെ കൈ കാണിച്ചിട്ട് പോകാൻ പറയുന്നത് കണ്ടായിരുന്നോ? വെള്ളം ചോദിച്ചപ്പം എന്നെ വിളിച്ച് അങ്ങ് കൊണ്ടുപോയി വെള്ളം തന്നെ കണ്ടായിരുന്നോ? അന്ന് അടുക്കളയുടെ വശത്ത് കൊണ്ടുപോയി എനിക്കൊരു ഗ്ലാസ് വെള്ളം തന്നെ വെള്ളം ചോദിച്ചപ്പം ഓർമ്മയില്ലയോ? എന്തോന്നറിയാവോ എന്ന് വെച്ചാൽ ഇവന്മാര് കലക്കി നമ്മളെ മയക്കാനുള്ള പരിപാടിക്കായിരുന്നു. ഇങ്ങനെ കോടതിയിൽ പോകാതിരിക്കുന്ന കണ്ടില്ലേ നമ്മുടെ ചെല്ലുമ്പഴേ? കോടതിയിൽ പോകാതെ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ഇങ്ങനെ ഇരിക്കുക കള്ളൻ. ഒത്തിരി ഡ്രാമ എടുത്തിവനെങ്ങാണ്ട് കള്ളനെങ്ങാണ്ട് നാളെ. പിന്നെ ഇതിന്റെ അമ്മയെല്ലാം വക വരുത്തിയതാ. എനിക്കറിയാമല്ലോ ആണെന്ന്. എന്റെ അമ്മയെല്ലാം ഇങ്ങനെ ഫ്രോക്കൊക്കെ വെക്കാനുള്ള പരിപാടി വന്മാരുടെ ഇരുണ്ട് ഫോണേ ഇരുന്നാൽ മതിയല്ലോ. ഇവനിങ്ങനെ ഇരുന്നിരുന്ന് എന്തായാലും അവരെ വക വരുത്തി പാവം. പിന്നെ ഇങ്ങനെ നോക്കുമായിരുന്നു ഇങ്ങനെ. അതൊക്കെ ഉണ്ട്. മുരാരിലാല് എന്തുവാ ഡൽഹിയിലുള്ള മുരാരിലാൽ എന്ന് പറയുന്ന അവസാനം പോയില്ലേ PNG അപ്പാർട്ട്മെന്റില്. അവനിതുപോലായിരുന്നു നമ്മളെ ഇങ്ങനെ നോക്കുന്നത്. നമ്മുടെ മുന്നോട്ട് ഇങ്ങനെ നോക്കി. ഞാനവിടെ പോയി താമസിച്ചില്ലേ PNG അപ്പാർട്ട്മെന്റിൽ ലാസ്റ്റ് വാടകയ്ക്ക് താമസിച്ചത്. ഈ സ്വർണ്ണത്തിന്റെ അവനല്ല ഹോമയായിരുന്നു. ഞാൻ ഡൽഹി താമസിച്ചിട്ട് ഓണർ ഒരു കിളവൻ അവനിതുപോലെ അങ്ങ് പുകയടിയായിരുന്നു ജോലി. അതാണെല്ലാം അടിച്ചു വിടുന്നു നമ്മുടെ കണ്ണാക്കിനകത്തോട്ട്. മയങ്ങി വീഴാനുള്ള സാമാനമല്ല അടിക്കുക. കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും അല്ല ഈ ചന്ദനത്തിരിയുടെ ഏതാണ്ടൊക്കെ എന്തുവാ ഏതാണ്ട് ഉരുകുന്ന രീതിയിലാണ് മണം വരുന്നത്. ഉരുകുന്ന പോലെ എന്തുവാണ് ഈ ഉരുകുന്നത്? ഉരുകുന്ന പോലെ അവനെന്നെ ഒത്തിരി ശ്വാസം മുട്ടിച്ച അവകാശമാണ്. അവൻ ശ്വാസം മുട്ടിച്ചത്ത്. മുക്കും പറഞ്ഞ അയാൾക്ക് സംസാരിക്കാൻ വയ്യ ദീപാണ്. ദൈവം ജയിപ്പിച്ചതാ. നിന്നെ ശ്വാസം മുട്ടിച്ചവരെയൊക്കെ ഞാൻ മുട്ടിച്ച് ശരിയാക്കിക്കോളാം. മുക്കും പറയാ അയാൾ താമസിയാതെ തീരെ സംസാരിക്കാൻ വയ്യാന്ന് അയാള് മുക്കും പറയുക കേട്ടോ. മുക്ക് പോയി കണ്ടോ? ഇല്ലില്ല, ഒരു ദിവസം വെള്ളമില്ലായിരുന്നു ഞങ്ങൾക്ക് മാത്രം. അതാ ഇതൊക്കെ കലക്കുന്നോണ്ടേ നമ്മൾ ഒരു ദിവസം ഇങ്ങനെ ഇതുപോലെ ഓണാക്കി 2 പ്രാവശ്യം 2-3 പ്രാവശ്യം. അപ്പൊ ഈ അവിടെ മോട്ടറിനകത്ത് തന്നെ ഇങ്ങനെ മോട്ടർ ഓണാവുന്ന സിസ്റ്റം ഉണ്ട്. ഇവന്മാര് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഉണ്ടാകും. പക്ഷെ നമ്മൾക്ക് അവിടെ നിന്നുമല്ല വെള്ളം വരുന്നത്. ഇവന്റെ മുറി അപ്പുറത്താണല്ലോ ഇവന്റെ ഫ്ലാറ്റ്. അപ്പൊ അതിനകത്ത് ടാങ്കോ ഏതാണ്ട് വെച്ചിട്ട് നമുക്ക് അതിനകത്തുനിന്ന് ഇങ്ങനെ തരുവാ വെള്ളം. എന്തോ വേറെ എടുത്തുനിന്നല്ലോ വെള്ളം നമുക്ക് വരുന്നത്. അപ്പൊ അതിനകത്ത് ഈ ആസിലും ഊസിലും എല്ലാം കലർത്തിയാ വരുന്നത്. നമ്മുടെ കാലയിലെ ഒരു രോമവും കിളിക്കത്തില്ല. അങ്ങനെ എന്നിട്ട് എങ്ങനാന്ന് വെച്ചാലേ കാലയിലെ പുലിക ഒന്നും കിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നമ്മുടെ വാഷിംഗ് മെഷീനകത്ത് വെള്ളം ഓണാക്കി അങ്ങ് മറന്നുപോയി 2-3 പ്രാവശ്യം. പിന്നെ നമ്മൾ വിളിച്ചു പറയണം. പിന്നെ വിളിച്ചു പറഞ്ഞാലും അടിക്കത്തില്ല. അടുത്ത ദിവസമേ അടിക്കത്തുള്ളൂ പോലും കേട്ടോ. അങ്ങനെ ഒരു ദിവസം മുക്കും വിളിച്ചപ്പോഴാണ് ഇയാള് ആശുപത്രിയിലാണ്. അങ്ങനെ ഇയാള് ചത്ത്. അങ്ങനെ കർമ്മ ഉടനെ കിട്ടി. അങ്ങനെ കർമ്മം അത് നമ്മുടെ മുഖത്തോട്ട് നോക്കുന്നേ വേണം. മുഖം വെളുത്തിരിക്കുവാണോ കറുത്തിരിക്കുവാണോ എന്നൊക്കെ അറിയാനേ ഇങ്ങനെ നോക്കും നമ്മളെ. അപ്പോഴേ എനിക്കറിയാം. വേർച്ച ഉണ്ടായിരുന്ന ഒരു സമയത്തി ഒരു പന്നറ്റി അവളെന്റെ കാലയിലോട്ടാ നോക്കുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ട് എന്റെ കാലയിലോട്ട് ഇത്ര സൂക്ഷിച്ച് നോക്കുന്നത്? എന്തുവാ എന്റെ കാല് എങ്ങനെ ഇരിക്കുന്നു? നീ അതിനനുസരിച്ചിട്ട് വെള്ളത്തിനകത്ത് ഓരോന്ന് കലക്കി
പല പല വേലകളായി ഇവളുമാർക്കുള്ളത്. ഇങ്ങനെ കയറി ഇരിക്കുക, കുറെ ആസിഡും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒത്തിരി കടയിലൊക്കെ ആസിഡ് വാങ്ങിച്ചോണ്ട് പോകും ഇവളുമാരും ഉപ്പുമാരും എല്ലാം. ആസിഡ്, മീരയിൽ ഐസോസൈനേറ്റ്, പല പല പരിപാടികളാ. അതാ കൊടുക്കും. ഞാൻ കണ്ടിട്ട് ഇതൊക്കെ ഇതിനൊക്കെ നല്ല നിയമം വരണം. നിയമം വന്നാൽ ഇവിടെയൊന്നും വാങ്ങിക്കത്തില്ല. ആരാ വാങ്ങിച്ചോണ്ട് പോകുന്നതൊക്കെ. പക്ഷെ എന്തൊക്കെയാ അതില്ലേ സൈനൈഡ് ജോലിക്ക് കിട്ടിയതെങ്ങനാ? അതാ നമ്മളറിയില്ല ഇവർക്കൊക്കെ എങ്ങനെയാ കിട്ടുന്നതെന്ന്. പല പല കള്ളന്മാർ ഇതുപോലെ ഉണ്ട് ഇവർക്ക് കൊണ്ട് കൊടുക്കാൻ. അതാ അപ്പൊ തട്ടാനെ പിടിച്ച അപ്പൊ ഇവർമാരുടെ സൈഡിലുള്ള രീതിയിലുള്ള തട്ടാന്മാരില്ലേ, കള്ളന്മാരുണ്ട്. സൈനൈഡ് ഞാൻ ഇത്രയും പൈസ തരാമെന്നൊക്കെ പറഞ്ഞു കാണും. അല്ലാതെ വല്ലൊരു സൈനൈഡ് കൊടുക്കുവോ? വിഷമണിയിൽ നടക്കും ഉഗ്ര വിഷം. മീൻ കൂട്ടിയാ മെർക്കുറി. എവിടാ മെർക്കുറി? മീൻ കൂട്ടിയാലെന്തോ കടലിൽ മെർക്കുറി പോയി നടക്കുവാണോ കടലില്? മെർക്കുറി എന്തുവാ? ചൂടാന്ന് പറയുന്നത് മത്തിയോ അയലയോ ഏതാണ്ടല്ലോ. അത് കൂട്ടിയാൽ ഉടനെ മെർക്കുറി കൂടി അങ്ങ് 50 വയസ്സിന് മുമ്പേ ചാവുമെന്ന്. എന്തെല്ലാവാ പശുമ്പാൽ. ഈ ലോകത്തുള്ളവരെല്ലാം പശുമ്പാലാ കുടിക്കുന്നത് അല്ലയോമേ? പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന പശുമ്പാല് സമ്പൂർണ്ണ ആഹാരം എന്നാ. ആണോ അല്ലയോ? അല്ല, പശുമ്പാല് സമ്പൂർണ്ണ ആഹാരം എന്നല്ലയോ പഠിപ്പിച്ചോണ്ടിരുന്നത്? ഇപ്പം കുറെ അവളുമാരും എന്താ ഇതുപോലെ കലക്കി ഓരോന്ന് വിടുക. ഓരോ പല രീതിയിലുള്ള ഇത് കവറുപാലിനകത്തും എല്ലാം ഇങ്ങനെ കലക്കി വിടുക. ഇവരുടെ തെറ്റുകൾ. ചില കണക്കാരിങ്ങനെ ഇരിക്കാനും ഇങ്ങനെ ഇരിക്കുക. ചില കണക്കാര് ക്യാമറയ്ക്കകത്ത് അഭിലാഷിനോട് പറഞ്ഞപ്പോ അഭിലാഷ് നമ്മളോട് ചോദിച്ചു എടുത്ത ക്യാമറയ്ക്കകത്ത് പറഞ്ഞോ. ഞാൻ പറഞ്ഞാൽ ഉണ്ടുണ്ട്, ക്യാമറയ്ക്കകത്ത് ഉണ്ടെന്ന്. എന്താ പറയുന്നത്? ഒന്നും അറിയുന്നില്ല. ഇവന്മാർക്കെല്ലാം അറിഞ്ഞോണ്ടല്ലോ ക്യാമറയ്ക്കകത്ത് ഉണ്ടോ. ക്യാമറ നമ്മളെങ്ങും കയറി പോകുന്നതിന് തിരക്കുന്നില്ല. ക്യാമറ ഉണ്ടോ ഇല്ലയോ നോക്കുന്ന പോലും ഇല്ല അല്ലയോമേ? പലർക്കും ക്യാമറ കാണും. നമ്മളെന്തിനാ പേടിക്കേണ്ട കാര്യം? നമ്മുടെ സാധനം വാങ്ങിച്ചോണ്ട് പോരുന്നത്. എന്തോ പേടിക്കാനാ ക്യാമറ? പലർക്കും ക്യാമറ പേടിയാ. കള്ളർക്ക് ഭയങ്കര പേടിയാ ക്യാമറ. ക്യാമറ ഓഫ് ആക്കുന്നത് അല്ല, ക്യാമറ ഓഫ് ആക്കുന്നത് ഇവിടെ ആരായിട്ട് വരുന്നെന്ന് കഥയുണ്ടാക്കാൻ അത് വെട്ടി ഇതാക്കി. ഇവിടെ ആരായിട്ട് വരുന്നത്? ആരാണ് അവന്റെ അമ്മയുടെ നായര്? കടയിലാണോ? എന്തോ കമ്പനിക്കാരുണ്ടാക്കുന്നില്ല. ഏത് കമ്പനിക്കാരാണ്?